ആപ്പ്. ഈ മൂന്ന് ആൾക്കാർ എപ്പോഴും നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എന്താണ്, നമ്മൾ വേറെ വേറെ സന്ദർഭങ്ങളിലായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കുവാണെങ്കിൽ യു എന്നാണ്. മൂന്നെണ്ണത്തിന്റെ സെയിം അർത്ഥോ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ വേറെ വേറെ രീതിയിലാണല്ലോ. ഒരു ചെറിയ കാര്യം പറയാം. ഹിന്ദിയിൽ എന്തായാലും നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു സംഭവമാണ്. തു എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മളെക്കാളും ചെറുത്, അല്ലെങ്കിൽ നമുക്ക് അത്ര റെസ്പെക്റ്റ് ഒന്നും കൊടുക്കേണ്ടാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയല്ല, പക്ഷെ നമ്മളെക്കാളും ചെറുതായ ആളുകൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് തു എന്ന് പറയുന്നത്. തു കഹാ സേ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തു എന്ന് നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഇനി നോക്കാം, തും എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മളെ ഈക്വൽ ആയിട്ടുള്ള, നമ്മുടെ ഫ്രണ്ട്സിനോട് അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് തും എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. തും കഹാ സേ ഹോ എന്നാണ് നമ്മൾ ചോദിക്കുക. തും നീ എവിടെ നിന്നാണ് എന്നൊക്കെയുള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. നിങ്ങൾ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ. അപ്പൊ നോക്കുക, തു എന്ന് പറയുന്നത് ചെറുത്, തും എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആയിട്ടുള്ള ആള്. അപ്പൊ ആപ്പ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? അത് നമുക്കറിയാം. റെസ്പെക്ട് കൊടുക്കണമെങ്കിൽ നമ്മളുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അധ്യാപകർ, അങ്ങനെയൊക്കെയുള്ള റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു പേഴ്സണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അവിടെ ആപ്പ് എന്ന് തന്നെ ഉപയോഗിക്കണം. ആപ്പ് കഹാ സേ ഹേ എന്നാണ് നമ്മൾ ചോദിക്കുക അല്ലെ. താങ്കൾ എവിടെ നിന്നാണ് എന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ചോദിക്കുക. അപ്പൊ തു എന്ന് പറയുന്നത് ചെറിയ ആൾക്കാർ, തും ഈക്വൽ, ആപ്പ് എന്ന് പറയുന്നത് റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ നമ്മുടെ മലയാളികൾക്കുള്ള ഒരു സാധാരണ ഒരു പ്രശ്നം ഞാൻ പറയാം. ഒരു സാധാരണ ഒരാളെ ഹിന്ദിയിൽ ഇപ്പം നമുക്ക് പേര് ചോദിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ആദ്യം ചോദിക്കാൻ പോകുന്നത് തുമാരാ നാം ക്യാ ഹേ, തുമാരാ നാം ക്യാ ഹേ എന്നല്ലാണ്ട് ഒരാളോട് പറയില്ല. ശ്രദ്ധിക്കുക. ഇനി തൊട്ട് നമ്മൾ എന്താണ്, കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് നമ്മുടെ പേര് ചോദിക്കുന്ന ഒരു രീതിയാക്കുക. അതായത് കുറച്ചും കൂടി റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ചോദിക്കണമെങ്കിൽ ആപ്കാ നാം ക്യാ ഹേ എന്നാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഹിന്ദിക്കാരൊക്കെ പണിയെടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത്, നോർത്ത് ഇന്ത്യൻസ് വരുന്ന സമയത്ത് തുമാരാ നാം ക്യാ ഹേ എന്ന് അങ്ങോട്ട് അടുത്ത് ചാടി ചോദിക്കരുത്. ആപ്കാ നാം ക്യാ ഹേ എന്ന് ചോദിക്കുക. കുറച്ച് പൊളൈറ്റ് ആയിക്കോട്ടെ. ഓക്കെ, ബൈ.